സ്വർണ്ണ കവർച്ചാ കേസ് പ്രതിയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ പത്മകുമാർ ആശുപത്രിയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. നിലവിൽ ശസ്ത്രക്രിയാ വാർഡിൽ തുടരുകയാണ്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ ആശുപത്രിയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പത്മകുമാറിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ശരിയാണ്. ശ്യാം, എപ്പോഴാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്? എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ദേവസ്വം ബോർഡ് മുൻ എന്താണ് സംഭവിക്കുന്നത്? സ്വർണ്ണക്കടത്ത് കേസുകളിലെ പ്രതികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവരൊക്കെ ഒന്നും സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. അതായത് ഓരോ ആൾക്കെന്ന് പറഞ്ഞ് ഇത് കാലം കൊടുക്കുന്നത് പോലെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോഴും പത്മകുമാറിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പോഴും ഒരു ചാനലിൽ വന്നിരിക്കുന്നത്. അയാളെ എന്തോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അയാൾക്കെന്തോ ശസ്ത്രക്രിയ വാർഡിലാണ് ഉള്ളത്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇതിലെന്തോ ഒരു വലിയൊരു സത്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുരാരി ബാബു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായിട്ട്, അതായത് കഷ്ടപ്പെട്ട് നരകിക്കുക എന്നെല്ലാം പറയുന്നില്ല, അങ്ങനെയാണ് മരിച്ചത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമലക്ക് കയറാൻ വേണ്ടി നിന്ന് ആ ഒരു സ്ത്രീയുടെ പങ്കാളി എന്നാണ് പറയുക. അവരൊന്നും ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ലല്ലോ. പങ്കാളി എന്ന് പറയുന്നവൻ ഇതിനെല്ലാം കൂട്ടു നിന്നെയാണ്. അവസാനം എന്ന് പറഞ്ഞ ഒരു 4 മാസത്തിനുള്ളിൽ അവനൊരു ആക്സിഡന്റ് സംഭവിക്കുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ അവൻ വർഷങ്ങളോളം കിടന്ന കിടപ്പിലായിരുന്നു. ഒരു മനുഷ്യന്മാർ പോലും തിരിഞ്ഞു നോക്കാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുഴുത്ത നാറിയിട്ട് അവൻ മരിച്ചത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് ഒരു മനുഷ്യന്മാർ പോലും ഇവരെ ഒന്നും സഹായിക്കാനില്ല. അപ്പൊ ഇതിന്റെ പുറകിൽ, അതായത് സ്വർണ്ണക്കടത്ത് അല്ല സ്വർണ്ണ കൊള്ള, അതുപോലെ തന്നെ അയ്യപ്പന്റെ ആ ഒരു ഇതൊന്നും നമ്മൾ പ്രചരിപ്പിക്കുന്നൊന്നുമല്ല. അതായത് ഇത് അയ്യപ്പൻ തന്നെ കൊടുക്കുന്നതാണ്, ദൈവം എന്തിനാണോ ഇങ്ങനെ പെരുമാറുന്നത്, അതൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു കൂട്ടം വിശ്വാസികളുണ്ട്. അതായത് നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ഏതോ ഒരു ശക്തി ഉണ്ട് എന്ന് നമുക്കറിയാം. അതെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്. അതായത് ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഇവരൊക്കെ എല്ലാം ഒരു ശക്തിയിലാണ്. പക്ഷെ ആ ശക്തിയിൽ എന്തൊക്കെയോ ചൈതന്യങ്ങളുണ്ട്. ആ ചൈതന്യങ്ങളാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഓരോരോ ദൈവങ്ങൾ എന്നാണ് എൻ്റെ വിശ്വാസേ. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും തിരുത്തണേ, എനിക്കറിയില്ല. എൻ്റെ ഒരു കുഞ്ഞു മനസ്സിൽ തോന്നുന്നതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വേദന തന്നെയായിരുന്നു അയ്യപ്പൻ്റെ സ്വർണം ആ ഒരു കടത്ത് കേസും മറ്റേതൊക്കെ. അപ്പോഴും പറയുമായിരുന്നു, എന്തോടെ അയോധ്യയിലെല്ലാം ഇപ്പം കടത്തുന്നില്ലേ പറയും. ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആരെയും വിശുദ്ധനാക്കുന്നില്ല. ഇനിയിപ്പോൾ ഏത് ഭണ്ഡാരത്തിൽ കൈയിട്ട് വാര്യവനെയും വിശുദ്ധനാക്കുന്നില്ല, എല്ലാവരെയും പിടികൂടും. അതാണ്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ മുരാരി ബാബുവിന് ഓന് കുറെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓന്റെ വീട്ടിലുണ്ട് പൈസ. ഓന്റെ ഭാര്യക്കും മക്കളും ചിലപ്പോൾ ഉപകരിക്കും. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അവരും ആശുപത്രി കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്വത്തുക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ഈ പണം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സ്വത്തുക്കൾ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി പിടിച്ചാലെന്തരേ, ഇനി എന്തെങ്കിലും സംഭവിച്ചാലെന്തരേ എന്നുള്ള ഒരു ലൈനിലാണ് ഇവിടെയുള്ള ഈ തട്ടിപ്പുകാരുടെയൊക്കെ ഒരു നടത്തം എന്ന് പറഞ്ഞാൽ. ഏത് തട്ടിപ്പായാലും അതിപ്പോൾ ഇന്ന തട്ടിപ്പ് എന്നില്ല, പലതരം തട്ടിപ്പിൽ കൊടുക്കുന്ന ആൾക്കാർ ഭയങ്കര ധൈര്യത്തോടു കൂടിയായിരിക്കും പ്രതികരിക്കുക. കാരണം എന്താ പറയുക, അവരെ വീട്ടിൽ സ്വത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഈ സ്വത്ത് ഇവരിതൊക്കെ ഉപയോഗിച്ച് ഇവർ ഭാര്യന്റെ പേരിലോ അലിയന്റെ പേരിലോ ഇല്ലെങ്കിൽ മക്കളുടെ പേരിലോ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ സ്വത്തുക്കൾ വാങ്ങിച്ചിടും. അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഇതെല്ലാം പിടിച്ചെടുക്കല്ലോ വേണ്ടത്. എൻ്റെ അഭിപ്രായത്തിന് ഇങ്ങനെയുള്ള കേസിൽ പെടുന്ന ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ട് തന്നെ മരവിപ്പിക്കണം. പിന്നെ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ന്റെ പൈസ അവർക്ക് എടുക്കാൻ കഴിയാത്ത വിധത്തിൽ അത് മരവിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കൾ ഇവിടെ ഒരു തട്ടിപ്പും നടത്തൂല. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ധൈര്യമാണ്. കാരണം എന്താ വെച്ചത്, ഇത് ചോദ്യമെല്ലാം ചോദിച്ചു വെള്ളക്ക് എങ്ങനെ കഴിയും? ഇതിപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴേക്ക് ഇങ്ങനെ കഴിയും. ഇന്നലെ കണ്ടില്ലേ, രമേശ് ചെന്നിത്തല ഒരാൾ ഓടിച്ചാടിപ്പോയി എന്ന് പറഞ്ഞിട്ട് എന്താ സംസാരിച്ചതെന്നറിയില്ല നമുക്ക്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒരാളെ പോലും വിടൂല. ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, ഇനി BJP ആയാലും കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും ആരായി കഴിഞ്ഞാലും എൻ്റെ പൊന്നു മക്കൾ, നിങ്ങൾ അയ്യപ്പൻ്റെ മുതലെടുത്തിട്ടുണ്ടാ, ഒരാളെ പോലും പെടത്തില്ല. പിന്നെ അവിടുത്തെ ചില കാര്യങ്ങളും ഇതൊക്കെ നമുക്കറിയാം. അതായത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാം. പക്ഷേ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ഉത്തരവാദിത്വമില്ലേ? അവരൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശബരിമലയിൽ ഉള്ള വ്യക്തികളാണ്. അപ്പൊ അവർക്കൊക്കെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരും കൂടി കാരണമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ, അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. അവിടെയുള്ള തന്ത്രി കുടുംബം അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും പ്രതികളാണ്. ഇപ്പൊ ജയറാമിനെ കാണുന്നില്ലേ, ജയറാം പോകുന്ന പോക്കിൽ അയാളുടെ വീട്ടിൽ കയറിയിട്ട് ഇത് ഒന്ന് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഇത്രയും വലിയൊരു സംഭവം വീട്ടിൽ വരുമ്പം കുറച്ചെങ്കിലും ഒരു ഭക്തിയുള്ള ഒരാളാണെങ്കിൽ, അയ്യോ
ഇത് വീട്ടിലൊന്നും കൊണ്ടുവന്നേക്കില്ല, ഇത് അങ്ങനെ കൊണ്ടുവരാൻ പറ്റൂല, അങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ വേണ്ടത്. ഇതല്ല, എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നോളൂ, ഇവിടെ വെച്ചോളൂ, നോമ ഇവിടെ ഉണ്ട് എന്നുള്ള തരത്തിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ ശബരിമല ശാസ്താവിന്റെ നമ്മുടെ സാധനം, അതായത് സ്വർണങ്ങളെ കൊള്ളയടിച്ച ഒരാൾ പോലും മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഓരോരോ അനർത്ഥങ്ങൾ ഓരോ കുടുംബത്തിൽ കണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല ഭയത്തിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയാണോ മനസമാധാനത്തിൽ ജീവിക്കുക? അതായത് അയ്യപ്പൻ്റെ സ്വർണമോ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ എടുക്കുന്ന അനധികൃതമായിട്ട് 1 രൂപ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഭണ്ഡാരത്തിൽ നിന്നും 1 രൂപ കാണാതെ എടുത്തിട്ടുണ്ടെങ്കിൽ അവനൊന്നും പിന്നെ ജീവിതത്തിൽ സമാധാനം കിട്ടത്തില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പൊ അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ പൈസ എണ്ണുമ്പോഴൊക്കെ പല ക്രമക്കേടുകളോ എന്തെങ്കിലും കാണിച്ചവരുണ്ടാവും. പണ്ടൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അവരുടെയൊക്കെ ജീവിതം നമ്മൾ പോയി കഴിഞ്ഞാൽ അവരുടെയൊക്കെ ജീവിതം പിന്നീട് ദുരിതത്തിലാണ്. അതായത് ആ ഒരു താൽക്കാലികമായിട്ട് അവർക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതം ദുരന്തത്തിലാണ്. അതായത് എനിക്കറിയുന്ന ഒരു ടീമുണ്ട് ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ചിട്ടിയൊക്കെ നടത്തി കുറേ ആൾക്കാരെ പറ്റിക്കുകയാണ്. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ അവർക്ക് കാറും ബംഗ്ലാവും ഇതൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതം ദുസ്സഹമായി, ഒരാൾ തിരിഞ്ഞു നോക്കാനില്ലാതെ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗതിയുമില്ലാതെ പരഗതിയുമില്ലാതെ ഒരു അളിഞ്ഞുപോക്ക് എന്നൊക്കെ പറയുന്നില്ലേ, അതായത് പിന്നെ പല ആൾക്കാരും മരണപ്പെടുന്നു, പല ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്നു. അത് ഒരുപാട് പേരുടെ ശാപമാണ്. ഒരുപാട് പേര് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് ഇവരൊക്കെ ചേർന്നിട്ട് എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴും പത്മകുമാർ ആശുപത്രിയിലായത് ചില ആൾക്കാർ പറയുന്നുണ്ട് അയാളുടെ അടവാണ്, ഇനി ചോദ്യം ചെയ്യലിനും ഇതാകാനാണോ. പക്ഷെ അയാൾക്ക് എന്തൊക്കെയോ സത്യങ്ങൾ അയാൾക്ക് അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇപ്പൊ ഇതിനിടയ്ക്ക് ആത്മഹത്യയിൽ പുറത്തുവിട്ട പോലെ കൂടുതൽ പുറത്തു വിടാതിരിക്കണമെങ്കിൽ എന്നെ ഒന്നും ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിലുള്ള നമ്മൾ കണ്ടു. അതായത് മടിയിൽ കനമുള്ളവൻ എന്നും ഭയം തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമസ്താപരാധവും പൊറുക്കണേന്ന് പറഞ്ഞിട്ട് കൊടുത്തോ. ഓരോരുത്തരും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നലെ തന്നെ എന്ന് പറഞ്ഞാൽ 2 പേർക്കാണ് കിട്ടിയത്. ഒരാൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പോയി ഹെൽമെറ്റ് ഇടാതെ, നമ്മുടെ മുൻ മന്ത്രിയാണ്, കാര്യം ശരിയാണ്, അങ്ങേര് ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് ഇതൊക്കെ നടന്നത്. അങ്ങേരൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കൈയുണ്ടോ ഇതുണ്ടോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആരായി കഴിഞ്ഞാലും ശരി, ഞാൻ പറഞ്ഞില്ല താൽക്കാലികമായിട്ട് ചിലപ്പോൾ നമ്മുടെ നിയമത്തിന്റെ മുന്നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള മുന്നിന്നോ ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെടും, അവിടെ നിന്നൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടുമോ, അതിലൊന്നും കാര്യമില്ല. അതിലൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള തെളിവും കാര്യങ്ങളും. പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ അവിടെ നിന്ന് രക്ഷപ്പെടിക്കില്ല. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് വലിയ പാട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നട്ടോട്ടം ഓടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നല്ല രീതിയിൽ നിങ്ങൾ അനുഭവിക്കും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും തരത്തിൽ അയ്യപ്പൻ്റെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ മോഷ്ടിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു തലമുറ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ദൈവം തരുന്ന ശിക്ഷയൊന്നുമല്ല. പക്ഷെ പ്രപഞ്ചത്തിലുള്ള ഒരുപാട് പേര് വിളിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ നമുക്കെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോ വിശ്വാസികളാണ്. വിശ്വാസികളെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് നമുക്ക് ഏത് വിശ്വാസം, അയ്യപ്പനിൽ വിശ്വസിക്കാം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് വിശ്വസിക്കുന്നവരുണ്ട്, പിന്നെ ക്രിസ്ത്യാനിയിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സഹോദര സ്നേഹത്തോടുകൂടി കഴിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ അയ്യപ്പൻ്റെ മുതലുകെട്ട ആരുണ്ടെങ്കിലും ശരി നട്ടോട്ടം ഓടുകയാണ് ഇവരിപ്പോഴും. അവർക്ക് ഭയങ്കരമായിട്ടുള്ള പണികൾ കിട്ടാൻ പോകുന്നേ ഉള്ളൂ. അത് 1.5 പണിയായിരിക്കും. അവരുടെയൊക്കെ വീട്ടിലെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ ഗുരുതരം തന്നെയാണ്. ഒരു വീട്ടിൽ പോലും മര്യാദയ്ക്ക് സമാധാനമോ സന്തോഷമോ ഇല്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചു പോയല്ലോ, ഇനി എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലായിരിക്കുകയാണ്. അതാണ് ഇന്നലെ ഹെൽമെറ്റ് ഇടാതെ വരെ രമേശ് ചെന്നിത്തലേൻ്റെ അതുവരെ ഓടണമെങ്കിൽ അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഭീകരമാണ്. അടുത്ത വീഡിയോ വരാം. നന്ദി, നമസ്കാരം.